ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SSLC മോഡൽ എക്സാം ഫെബ്രുവരി 2017 നടത്തിയ ഹിന്ദീൻ്റെ പേപ്പറിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ബീർബഹൂട്ടി എന്ന കഹാനിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേല സെ നസർ ക്യൂം നെഹി മില പായെ, എന്തുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക നോട്ടം എത്താത്തത് എന്നൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് സാഹിൽ കെ പ്രതി ബേലാമെ കെ മൻ മേ കൈസ വിചാർ ഉഡ്ജാത്തായി, എങ്ങനെയാണ് വിചാരം മനസ്സിൽ ഉയർന്നു വന്നത് എന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് ബേലയുടെ ഒരു ഡയറി ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കവിതാംശം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കില്ല. കാരണം എന്താണ്, ഇത് ആ ഒരു ഇയറിൽ നടത്തിയ അവരുടെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് നമുക്കിപ്പോൾ ഇല്ല. സോ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ടാക്കൂർ കക്കുവ. ഇതിനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ ഉസ്കി എന്നതിൽ സർവനാമം ചോദിച്ചിട്ടുണ്ട്. ഉസ്കി എന്നതിൻ്റെ സർവനാമം വാഹമാണ്. അടുത്തത് പട്കഥ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, പട്കഥ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ക്യാ ഏക്ക് ലോട്ട പാനി ന ഭർത്തേഹും, അത് ദേത്താഹും ദേത്തെങ്കി എന്ന് ചോദിക്കുന്നത് എപ്പോഴാണ്, എന്താ ഒരു കുടം വെള്ളം പോലും അവർ നിറച്ച് തരില്ലേ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഗംഗയ്ക്ക് ഈസ് കഥൻ പർ അപ്ന വിചാർ ലിഖോ, നമുക്ക് എന്താണത് തോന്നുന്നതെന്നാണ് എഴുതേണ്ടത്. മെയിനായിട്ട് നിങ്ങൾ ജാതി ആ ഒരു കാസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് എഴുതുക. ഊഞ്ച് നീച്ച് ബേവ്ബാദ്, അവരെ ഒരു ഹയർ ലോവർ ഡിഫറൻസ് ആ ഒരു രീതിയിൽ എഴുതിയാൽ മതിയോ. ഒരു 2-3 വരി എഴുതി വെക്കുക. അടുത്ത പട്കഥ ചോദിച്ചിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല, സോ അത് വിട്ടോളൂ. അടുത്തത് ടൂട്ടാ പഹിയയിലെ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിലൊരു ഭാഗം തന്നിട്ടുണ്ട്. അടുത്തത് സമാനാർത്ഥ എഴുതാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ജൂട്ട് എന്നതിൻ്റെ സമാനാർത്ഥ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അതുപോലെ തന്നെ മഹാരഥി, അതിനകത്തെ വിശേഷൻ കവിതാംശസെ ലിഖോ എന്നാണ് ചോദിച്ചേക്കുന്നത്. മഹാരഥി എന്നതിന് എന്ത് വിശേഷൻ ശബ്ദമാണ് കവിതയിൽ കൊടുത്തിരിക്കുന്നത്? ഇതാണ് ബഡേ ബഡേ മഹാരഥവും എന്നാണ് ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു കവിതയുടെ ആസ്വാദന ടിപ്പണി ചോദിച്ചിട്ടുണ്ട്. സോ അതെല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് സഹി മിൽക്കർ ലിഖോ കരോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാരിഷ് സെ പഹലേക്ക് ബാരിഷ് കാ ദിൻ, ഒന്നാമത്. 2 പഹലെ മേം യെ പൈസ ബഠാരുക. അടുത്തത് ഗരീബി കാ ദർദ് കോൻ സമജ്താ ഹെ, ഈ ഗരീബി കാ ദർദ് കോൻ സമജ്താ ഹെ എന്നത് ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്? ടാക്കൂർ കാ കുവേലിയാണ്. കാരണം എന്താ, പാവപ്പെട്ടവരുടെ പെയിന് ആർക്ക് മനസ്സിലാവും? അത് ടാക്കൂർ കാ കുവേൽ പറയുന്ന ഒരു ഡയലോഗാണ്. അടുത്തത് പഹലെ മേം യെ പൈസ ബഡൻ, ഞാൻ ആദ്യം ഈ പൈസയൊന്ന് കളക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഏത് പാഠഭാഗത്താണ്? സബ്സെ ബഡെ ഷോമാൻ നിന്നാണ്. അതുപോലെ ബീർബഹൂട്ടിയിലാണ് ഈ പറഞ്ഞ ബാരിഷ് സെ പഹലേക്ക് ബാരിഷ് കാ ദിൻ, മഴക്കാലത്തിൻ്റെ മുമ്പുള്ള ആദ്യത്തെ മഴയുടെ ദിവസം, അത് ബീർബഹൂട്ടിയിൽ നിന്നാണ്. സോ ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സൂചന തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ പോലെയല്ല അവർക്ക് അന്ന് ഉണ്ടായിരുന്നത്. സോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതാണ് ഈ ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് വേറെ ഏതോ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. സോ നമ്മളത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നോക്കണ്ട എന്ന് തന്നെയാണ് നല്ലത്. നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്കുള്ള ചാപ്റ്ററിൽ നിന്ന് മാത്രം നോക്കിയാൽ മതിയാവും. സോ ജസ്റ്റ് ഇതൊന്ന് നോക്കി പോവുക, ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് വളരെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ബീർബഹൂട്ടിയൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്നുള്ളത്. സോ അതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, എല്ലാ കവിതയുടെയും ആസ്വാദന ടിപ്പണിയും പഠിക്കുക. അപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സിന്. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഓൾ. എല്ലാവരും നന്നായി പഠിക്കുക, എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ഓൾ.